എന്തായാലും ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാവുകയാണ് അല്ലേ? എത്ര സിനിമ ചെയ്താലും വലിയ ഹിറ്റടിക്കുന്ന സിനിമയുടെ ഭാഗമായി അത് ഹിറ്റിലേക്കാണ് പോയിക്കൊണ്ട് ഒരു മണിക്കൂറിൽ 45,000 ടിക്കറ്റാണ് പോകുന്നത്. അത് ചരിത്ര സംഭവമാണ് ആണല്ലേ? ചരിത്രം. ഒരു മണിക്കൂറിൽ പോകുന്ന 30,000 ആയിരുന്നു നേരത്തെ, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 30,000-40,000 ടിക്കറ്റ് ഒരു മണിക്കൂറിൽ പോകുന്നു. അതൊക്കെ അലിക്കൊക്കെ കൃത്യമായിട്ട് അറിയാം, കാരണം നിങ്ങൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതോട് നോക്കുമ്പോൾ നമുക്ക് അത്രയും ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സിനിമ കഴിഞ്ഞിട്ട് ലാലേട്ടനോട് സംസാരിച്ചിരുന്നു, ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ് എനിക്കിപ്പോൾ ഓർക്കുന്നുണ്ട്, ഇതെല്ലാം സംഭവിക്കുന്നതാണ് മോനെ എന്നാണ് എന്ന് പറഞ്ഞത്. സിനിമ എല്ലാം സംഭവിക്കുന്നതാണ്, ഇതാണോ ആഗ്രഹിച്ചു? അപ്പോൾ ഇങ്ങനത്തെ സിനിമയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ തിരിച്ചുകൊണ്ട് ഷൂട്ടിൻ്റെ സമയത്ത് നിന്നാണ് വിളിച്ചത്. അത് ഞാൻ തരിമൂർത്തിയെ വിളിച്ചിരുന്നു, ബിനുവിനെ വിളിച്ചിരുന്നു, ഇർഷാദിനെ വിളിച്ചിരുന്നു, ഇവരൊക്കെ ഞാൻ വിളിച്ചിരുന്നു. എല്ലാവരും വിളിച്ച് സംസാരിച്ച അത്ര ഇഷ്ടപ്പെട്ടുണ്ട്. ആ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ കിരീടം കണ്ടത് നമ്മുടെ മനസ്സ് ഒലഞ്ഞിട്ടുണ്ട് അല്ലേ? കിലുക്കം കണ്ട് നമ്മൾ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഓരോ സിനിമയായിട്ടാണ് പറഞ്ഞത്. കിലുക്കം കണ്ട് പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. സതയം കണ്ടിട്ട് നമ്മൾ ചിന്തിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സതയത്തിൽ ഓരോ സിനിമ നമ്മൾ ചിന്തിക്കും, ഇതെന്താണെന്നുള്ളത് ചിന്തിപ്പിക്കും. തന്മാത്ര കഴിഞ്ഞിട്ട് നമ്മൾ കരയും ഇല്ലേ? അങ്ങനെ എത്ര സിനിമ. 6-ാം തമ്പുരാൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. ഇതെല്ലാം കൂടെ കൂടിയൊരു സിനിമ, സിനിമയാണ് തുടരും. സിനിമ പറയാൻ ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേരുകൾ പറയേണ്ടി വരും. പക്ഷേ ഈ സിനിമ എല്ലാം കൂടെ കൂടി ഒരു ഒറ്റ സിനിമയാക്കി തരുമൂർത്തി എന്ന സംവിധായകൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് തുടരും കൊണ്ടെത്താം. അതെ, ഞാൻ ഈ തരുൺ സാറിന് അത്രയും ബന്ധമുണ്ട്. നമ്മളെപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും കാര്യത്തിന് ഒരു സംശയം ചോദിച്ചാൽ പറയുന്ന ആളാണ്. നമ്മൾ കെട്ടിപ്പിടിച്ച് നിന്ന് വർത്തമാനം പറയുന്ന, ഞങ്ങൾക്ക് ഭക്ഷണം ഒന്നിച്ച് കഴിക്കുക, അങ്ങനെയൊക്കെ ഉള്ള നല്ല ബന്ധത്തിൽ പോകുന്നതാണ്. പക്ഷെ എന്നാൽ ഈ പടം കണ്ടിറങ്ങിയിട്ട് ഞാൻ അദ്ദേഹത്തെ മാറി നിന്ന് നോക്കിയോ, എത്ര വിനയമായിട്ട്, എത്ര ഇതുമായിട്ട്, എത്ര കൂളായിട്ട്. അത് ലൊക്കേഷനിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ആക്ട് ചെയ്ത് കാണിക്കുവാണല്ലോ. എല്ലാവരെയും എന്താണ് സംഭവം എന്നുള്ള ആക്ട് ചെയ്ത് കാണിക്കുക. ഞങ്ങളെ കൂട്ടുകാരായിട്ട് ഉള്ള ആൾക്കാരില്ലേ, അവരെല്ലാം ഞങ്ങളാ നിൽക്കുന്നത് പോലും, ഞാനിപ്പോൾ ഇങ്ങനെ കഴിച്ച് നിൽക്കേണ്ട ആ നിൽക്കണ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്, വരച്ച വച്ച പോലെ. അത്രത്തോളം ഈ ചിത്രം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ആ ചിത്രം ഇങ്ങനെ ആവാതിരിക്കൂ? ഞാൻ പറഞ്ഞ ഒരു സിനിമയുടെ ഒരു യാത്ര അപ്പോൾ പോയില്ലേ? പിന്നെ കുറേ സിനിമകൾ പറഞ്ഞു, 3-4 സിനിമ നമ്മൾ ഉദാഹരണം പറഞ്ഞോളൂ. അതിലെല്ലാം ഉണ്ടല്ലോ, ചിരിക്കുന്നു, ചിന്തിക്കുന്നു, കരയിപ്പിക്കുന്നു, എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. ഇതെല്ലാം ഒരു ഒറ്റ സിനിമയിൽ ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇതിനുള്ള ഭാഗ്യം എന്താണുള്ളത്? ആ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഷൈജു അടിമാലി എന്നൊരു വ്യക്തിക്ക് ഓസ്കാർ അവാർഡാണ്. അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, എനിക്കിത് വലിയൊരു, ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് ജീവിച്ചിട്ട് എനിക്കിനിയിപ്പം ആ 2 ഫോട്ടോ ഇല്ലേ, അതായത് അതെൻ്റെ കയ്യിലില്ല കേട്ടോ, അത് ലാലേട്ടനെ കയറ്റി വെച്ചിരുന്ന ഫോട്ടോയും ലാലേട്ടൻ്റെ പിന്നിലിരുന്ന ഫോട്ടോയും, ആ 2 ഫോട്ടോ മതി എനിക്ക് ജീവിക്കാൻ എന്നല്ല. ഞാനൊരു കലാകാരൻ ജീവിച്ചിരുന്നു എന്നുള്ളത് എൻ്റെ മക്കൾക്കാണേലും ഓർത്ത് പറയാൻ, ഇത്രയും വലിയൊരു ലെജൻഡിൻ്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷവും വലിയ അഭിമാനമായിട്ട് ഞാൻ കാണുന്നു. അതിന് തരുൺ സാറിനോടും രഞ്ജിത്ത് സാറിനോടും തീരാത്ത നന്ദി കടപ്പാടും എൻ്റെ മനസ്സിൽ. ചിപ്പി ചേച്ചിയോടും പറയണം. പിന്നെ ചിപ്പി ചേച്ചി എപ്പോഴും ലൊക്കേഷനുണ്ട്. വ്യക്തി, മോള് അവന്തിക, എല്ലാവരും ഉണ്ട്. അതിനകത്ത് അസോസിയേറ്റ് ആയിട്ടായിരുന്നു അല്ലേ? ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. അത് പൂജ മുതൽ എല്ലാ കാര്യങ്ങൾക്കും വന്ന് ആളെന്തോ പഠിക്കുന്നതാണ്, എന്നാലും വന്ന എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്ത് തന്നെ പോകണം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.